നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ബോറാണല്ലേ? അധികം ബോറാക്കുന്നില്ല. നല്ല വൃത്തിക്ക് പാട്ട് പാടുന്ന ഒരു സംഗീത പ്രേമിയുടെ വിശേഷം കേൾക്കാം. KSEBയിലെ ഓവർസിയറാണ് കക്കുന്നം പത്മനാഭൻ. ഫേസും ന്യൂട്രലും മാറാതെ വയറുകൾ കണക്ട് ചെയ്യുമ്പോഴും പത്മനാഭൻ പക്ഷെ നാട്ടിലെ താരമാകുന്നത് ഗാനരചയിതാവ് എന്ന നിലയിലാണ്. ആകാശവാണി കണ്ണൂർ നിലയത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ലളിതഗാനങ്ങൾ എഴുതി ഈണം നൽകിയത് പത്മനാഭനാണ്. ആകാശവാണിയിലെ യുവവാണി ഗായകർക്ക് വേണ്ടി 100-ലധികം പാട്ടുകൾ പത്മനാഭൻ ചിട്ടപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ആകാശവാണിയിൽ ഇന്നും ഹിറ്റായി പാടിക്കൊണ്ടിരിക്കുന്ന പോയ കാലമേ എന്ന ലളിതഗാനം എഴുതിയതും ചിട്ടപ്പെടുത്തിയതും പത്മനാഭൻ തന്നെ. കുറുമ്പക്കാവിലെ ഉത്സവത്തിനു വന്നു വന്നപ്പോ കുറുമ്പി പെണ്ണെ കുസൃതി പെണ്ണെ നിന്നെ കണ്ടു ഞാൻ, തീപ്പന്ത പ്രഭ ചൊരിഞ്ഞ രാത്രിയിൽ നിന്റെ കഥകളി ഭാവമുണരും കരിമിഴി കണ്ടു, പിന്നെ നിൻമുഖം കണ്ടു. കലോത്സവങ്ങളിൽ പാടുന്നതിന് കുട്ടികൾ വന്ന് പുതിയ പാട്ടുകൾ ആവശ്യപ്പെടുമ്പോഴും പത്മനാഭൻ ഉടൻ എഴുതി നൽകും. ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും മികച്ച ഗായകൻ കൂടിയാണ് നാട്ടുകാരുടെ പപ്പേട്ടൻ. സ്വരവ്യത്യാസങ്ങളില്ലാതെ പാടും. സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് കലോത്സവത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടിയതാണ് ഏറ്റവും ഒടുവിലത്തെ നേട്ടം. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും പുല്ലാങ്കുഴൽ ഉൾപ്പെടെ ഉപകരണ സംഗീതങ്ങളും പത്മനാഭന് വഴങ്ങും. നേരത്തെ ചെങ്കൽപ്പണികൾക്കിടയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നത് പത്മനാഭൻ ഇന്നും ഓർക്കുന്നു. സംഗീത സംവിധായകർ ഹാർമോണിയം ഉപയോഗിച്ച് കമ്പോസിംഗ് ചെയ്യുമെങ്കിൽ പത്മനാഭൻ കമ്പോസിംഗ് ചെയ്യുന്നത് ഓടക്കുഴൽ ഉപയോഗിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇദ്ദേഹം. ഗാനം ഗന്ധർവ ഗായകനെ കുറിച്ചാണ്. അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ചിട്ട് സാധകം ചെയ്യാൻ വേണ്ടിയിട്ട് കീരവാണി രാഗം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത മരക്കൊമ്പിൽ നിന്നും ഈ പാടിയതിൻ്റെ ആരോഹണം പാടിയതിൻ്റെ അവരോഹണം ഒരു കുയിൽ പാടുകയുണ്ടായി. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് അത് വാചകമേളയിൽ മാതൃഭൂമിയിൽ കൊടുത്തു. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ മനസ്സിൽ വെച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ലളിതഗാനം പെട്ടെന്ന് എഴുതേണ്ടി വന്നു. അപ്പോൾ ഈ വിഷയം ഞാൻ ഈ ലളിതഗാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഹൃദുവർണ്ണ രാഗങ്ങൾ പാടുവാനെത്തുന്ന പൂമരക്കൊമ്പിലെ കുയിലെ എന്നു തുടങ്ങുന്ന ഗാനം 10 വർഷം മുൻപ് തന്റെ ശബ്ദത്തിൽ ആലപിച്ച് അത് റെക്കോർഡ് ചെയ്തെങ്കിലും ദാസേട്ടന് സ്നേഹപൂർവ്വം എന്ന പേരിൽ സമർപ്പിച്ചത് 2012-ലാണ്. ഹൃദുവർണ്ണ രാഗങ്ങൾ പാടുവാനെത്തുന്ന പൂമരക്കൊമ്പിലെ കുയിലേ, പൂമരക്കൊമ്പിലെ കുയിലേ, വാസന്തകാലത്തിൻ വരവിളി കേട്ടു നീ അറിയാതെ പാടിയതേതുരാഗം, അറിയാതെ പാടിയതേതുരാഗം. സിഡിയിലാക്കി നൽകിയ ഗാനം ദാസേട്ടൻ ശ്രവിച്ചിരിക്കുമെന്ന വിശ്വാസത്തിലാണ് പത്മനാഭൻ. പക്ഷേ സിഡിക്ക് പുറത്ത് കക്കുന്നം പത്മനാഭൻ എന്നെഴുതിയതല്ലാതെ വിലാസമോ ഫോൺ നമ്പറോ ചേർത്തിരുന്നില്ല. ഇപ്പോൾ മകൻ ശ്രീലാലും പത്മനാഭനൊപ്പം സംഗീതരംഗത്ത് സജീവമാണ്. ഉപകരണ സംഗീതവുമായി എന്നും അച്ഛനൊപ്പം ശ്രീലാലുമുണ്ട്. നേരത്തെ കഥാപ്രസംഗവേദിയിൽ സജീവമായിരുന്ന പത്മനാഭൻ ഇപ്പോൾ മകനോടൊപ്പം ഗാനമേള ട്രൂപ്പുമായി സജീവമാണ്. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും
കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ.